إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة يضل الله الظالمين ويفعل الله ما يشاء. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ അഖിലവും സദാ സത്യസന്ധമായി പാലിക്കുകയും പുലർത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും അനുധാവനം ചെയ്ത് ശരിയായ ഈമാനും ഇഖ്ലാസും തഖ്വയും ഉൾക്കൊണ്ട് അന്തിമമായി അള്ളാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും നേടിയവരായി മരണപ്പെട്ടു പോകുന്നതിനു വേണ്ടി ജീവിതത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാ സഹോദരി സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു വിശ്വാസിയുടെ ജീവിതം വളരെ ഫലവത്തായ ഒരു അടിത്തറയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അഥവാ രണ്ട് ഷഹാദത്ത് കലിമകൾ ശരിയായി മനസ്സിലാക്കുകയും അറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് പ്രഖ്യാപിക്കുമ്പോഴാണ് ഒരാള് ശരിയായ മുസ്ലിമായി തീരുന്നത്. ആ അടിത്തറ ഭദ്രമല്ലാത്ത കാലത്തോളം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ ഉണ്ടായിട്ടും എന്ത് നന്മകൾ ഉണ്ടായിട്ടും അതൊന്നും ഫലം ചെയ്യാതെ പോകുന്ന കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ അടിത്തറ ഭദ്രമാക്കുക, ആ അടിത്തറയെ കുറിച്ച് വേണ്ടത്ര അറിവും ബോധ്യവും നമ്മൾക്കുണ്ടാവുക എന്നതാണ് ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും ഒന്നാമതായി നിർവഹിക്കേണ്ടതായ സംഗതികൾ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് ആരാധ്യനെന്നും അവനല്ലാത്ത ഒരാരാധ്യനും ആരാധിക്കപ്പെടേണ്ടവനും ഇല്ല എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ റസൂലാണ് എന്നും സാക്ഷ്യം വഹിക്കുന്ന, അശ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്ന. അപ്പൊ ഈ സാക്ഷ്യവചനത്തിന് വിരുദ്ധമായ ഒരു സംഗതിയും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കലാണ് അവന്റെ വിജയം എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? യഥാർത്ഥത്തിൽ സാക്ഷിയാകൽ എപ്പോഴാ? ആ സാക്ഷിത്വത്തിന് വിരുദ്ധമായ ഒരു കാര്യവും വരൂല എന്ന് ഉറപ്പുവരുത്തലാണ്. അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയോട് എന്തെങ്കിലും ഒരു ശപഥം ചെയ്തു, ഒരു സത്യവാചകം പറഞ്ഞിട്ട് അത് നമ്മൾ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ എന്താണത്? അത് ഗുരുതരമായ ഒരു തെറ്റായി പൊതുവെ ഗണിക്കപ്പെടുന്നുണ്ട്. ആരോട് നമ്മളൊരു വാഗ്ദാനം പറഞ്ഞാലും ആ വാഗ്ദാനം ലംഘിക്കുക എന്നത് ഗുരുതരമായ തെറ്റായി ഗണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നാം കൊടുക്കുന്ന വാഗ്ദാനം, അതിന് വിരുദ്ധമായ ഒരു കാര്യം നമ്മൾ ചെയ്യുക എന്നതാണ് ഏറ്റവും ഗുരുതരമായ പിഴവ്. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയൊരു സ്വഭാവ ഗുണമായി വിശുദ്ധ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. വല്ലദീനഹും ബിശഹാദാതിഹിം ഖായിമൂൻ. സൂറത്തുൽ മആരിജ്. വല്ലദീനഹും അവർ, അഥവാ യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ബിശഹാദാതിഹിം അവരവരുടെ സാക്ഷ്യങ്ങളെ ഖായിമൂൻ നിലനിർത്തുന്നവരാകുന്നു. അപ്പൊ സാക്ഷ്യം പറഞ്ഞാൽ ആ സാക്ഷിത്വത്തിന് വിരുദ്ധമായ ഒരു കാര്യം ഒരാൾ വരാൻ പാടില്ല. അപ്പൊ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരു ആരാധ്യനും ഒരു ഇലാഹ് ഇല്ല, ഉണ്ടാകാൻ പാടില്ല
എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് ഒരാൾ പറഞ്ഞാൽ, ആ സാക്ഷ്യവചനത്തിന് വിരുദ്ധമായി ഒരു നിലപാട് ഒരാളിൽ ഉണ്ടായാൽ ഈ സാക്ഷ്യം പൊളിഞ്ഞു എന്നാണ് അർത്ഥം. സാക്ഷ്യവചനം ഷഹാദത്ത് പൊളിഞ്ഞു പോയി എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ മാതൃകയാണെന്നാ. നാം മാതൃകയാക്കേണ്ടത് ആരാണ്? റസൂലുള്ളാഹിനെ മാത്രമാണ്. വേറെ ഒരാളും ഒരു മാതൃകയായി നമുക്കില്ല. ആത്യന്തികമായ മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാത്രമാണ്. അതിന് വിരുദ്ധമായി വേറെ ആരെങ്കിലും ഒരാൾ മാതൃകയായി സ്വീകരിച്ചാലോ അയാൾ ആ പറയുന്ന സാക്ഷ്യവചനത്തിൽ പുറകോട്ട് പോയി എന്നാണ് അർത്ഥം. അപ്പൊ സാക്ഷ്യം പൊളിക്കാൻ പാടില്ല, ഷഹാദത്ത് പൊളിക്കാൻ പാടില്ല. ഷഹാദത്തിൽ ഊന്നി നിന്നുകൊണ്ട് വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ. ഏതേത് വിഷയങ്ങളിലും അങ്ങനെയാണ്. ആ സാക്ഷിത്വത്തിന്റെ ആ മാഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കണം. അതിന് വ്യതിയാനം സംഭവിക്കാൻ പാടില്ല. അങ്ങനെ വ്യതിയാനം സംഭവിക്കുന്നവരും ശരിയായ വിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിലൂടെ ഒരു ഉപമയിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് അതിൽ പറയുന്നത്? അലം തറ കൈഫ ലറബല്ലാഹു മസലൻ കലിമതൻ തയ്യിബതൻ കശജറത്തിൻ തയ്യിബ അസ്ലുഹാ സാബിതുൻ വഫറുഹാ ഫിസ്സമാ تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس لعلهم يتذكرون. എന്താ പറയുന്നത്? അലം തറ, നീ കണ്ടില്ലേ നബിയെ? കൈഫ ളറബല്ലാഹ്, അല്ലാഹു തആല എങ്ങനെയാണ് ലറബല്ലാഹു മസലൻ, ഒരു ഉപമ പറഞ്ഞിരിക്കുന്നത് എന്ന്. അല്ലാഹു തആല എങ്ങനെയാണ് ഉപമ പറഞ്ഞിരിക്കുന്നത് എന്ന് നീ കണ്ടില്ലേ? എന്തിനെ ഉപമിച്ചത്? കലിമതൻ തയ്യിബ, നല്ല ഒരു കലിമത്തിനെ അല്ലാഹു തആല ഉപമിച്ചു. കശജറത്തിൻ തയ്യിബ, നല്ല ഒരു മരത്തോട്. എന്തിനാ നമ്മൾ സാധാരണഗതിയിൽ ഉപമ പറയാറുള്ളത്? നമുക്ക് അറിയാത്ത ഒരു കാര്യത്തെ അറിയാൻ വേണ്ടി അറിയുന്നതുമായി ബന്ധിപ്പിച്ച് കാര്യങ്ങൾ പറയാം. അതിനാണ് ഉപമ എന്ന് പറയാം. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഉപമകൾ പ്രയോഗിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഒരാൾക്ക് എന്താണ് പുലി എന്നറിയില്ല, അല്ലെങ്കിൽ കടുവ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയില്ല. അപ്പൊ കടുവയെ അറിയാത്ത, എന്താണെന്ന് അറിയാത്ത ഒരാളോട് നമ്മൾ എന്ത് പറയും? പൂച്ച നമുക്ക് അറിയാവുന്ന ഒരു സാധനമാണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു സാധനത്തിനോട് മറ്റതിനെ ഉപമിച്ചാൽ, പൂച്ച വലിയതായാൽ വലിയൊരു പൂച്ച എന്ന് നിങ്ങൾ സങ്കല്പിച്ചാൽ അതാകുന്നു പുലി, അതല്ലെങ്കിൽ കടുവ എന്ന് പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലായി. അപ്പൊ അറിയാത്തൊരു കാര്യത്തെ അറിയിക്കുന്നതിന് വേണ്ടി ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഉപമ പറയാ. അതേപോലെ വിശുദ്ധ ഖുർആൻ നമുക്ക് അറിയാത്ത, അല്ലെങ്കിൽ ഏതെങ്കിലും സമൂഹത്തിന് അറിയാത്ത ഒരു സംഗതിയെ വ്യക്തമായി അറിയിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ഉപമ പറഞ്ഞിരിക്കാൻ. എന്തിനെ കുറിച്ചാ ഉപമ? കലിമത്തൻ തയ്യിബ, നല്ല കലിമത്തിനെ അല്ലാഹു തആല ഉദാഹരിച്ചു. കശജറത്തിൻ തയ്യിബ, നല്ല മരത്തോട്. നല്ല കലിമത്തിനെ നല്ല മരത്തിനോട് ഉപയോഗിച്ചു. ഇവിടെ നല്ല കലിമത്ത് തന്നെ, കലിമത്തുൻ ത്വയ്യിബ എന്ന് പറഞ്ഞാൽ എന്താ? ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് നമ്മൾ ഈ ഷഹാദത്തിൽ പറയുന്ന അല്ലാഹു മാത്രമാകുന്നു ഇലാഹ്, അവനല്ലാതെ ഒരു ഇലാഹുമില്ല എന്നതാണ് ഒരു മനുഷ്യൻ, ഒരു മുസ്ലിമായ മനുഷ്യന് പറയാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ വചനം. അതിൽ നല്ലൊരു വാചകം ഒരാൾക്ക് പറയാനില്ല. അങ്ങനെയുള്ള ആ കലിമത്ത്, ആ നല്ല കലിമത്ത്, ആ നല്ല കലിമത്തിനെ അല്ലാഹു തആല ഉപമിച്ചെന്താ? കശജറത്തിൻ ത്വയ്യിബ, നല്ല ഒരു മരത്തിന്റെ ഉപമയാണ്. എന്താണ് നല്ല മരം എന്ന് പറഞ്ഞാൽ? നല്ല മരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽ ഒന്നെന്താണ്? കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ, ആ മരത്തിന്റെ വേരും മുരടും ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നതാണ്. അസ്ലുഹാ സാബിതുൻ, അതിന്റെ അസില്, അതിന്റെ അടിത്തറ ഉറച്ചതാണ് എന്ന് പറഞ്ഞാൽ ഇളകിപ്പോകില്ല. നല്ല വേരുറപ്പുള്ള ഒരു മരമാണ് എങ്കിൽ ആ മരത്തിന് കാറ്റോ അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങളോ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ കടപഴകൂല. അങ്ങനെ കടപഴകാതെ നിലനിൽക്കണമെങ്കിൽ നല്ല വേരുറച്ച മരമായിരിക്കണം. അതുപോലെയാണ് എന്ത്? ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മുരട് ഉറപ്പുള്ള ഒരു മരം പോലെയാണ്, ഉറച്ചു നിൽക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യതിയാനങ്ങൾ സംഭവിക്കാത്തവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കേവലം ഒരു വാചകമല്ല, അത് ഒരു വിശ്വാസമാണ്, ഒരു അടിത്തറയാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കലല്ല. അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്ന് പറയുന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു സംസ്കാരത്തിന്റെ അടിത്തറയാണെന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ പറഞ്ഞാൽ അയാളിൽ ഉണ്ടാകേണ്ടതും ഉണ്ടാകാൻ പാടില്ലാത്തതുമായ കുറെ കാര്യങ്ങൾ, അയാളിൽ ഉണ്ടാകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഇല്ലാത്ത കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താ? ഓന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൊളിഞ്ഞുന്നാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ ഒരു കാര്യം ഒരാളിൽ വന്നാൽ
അയാൾ അസില് പോയി, അടിത്തറ പോയി എന്നാണ് അർത്ഥം. അങ്ങനെ അടിത്തറ ഭദ്രതയില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അസില് അടിത്തറ ഉണ്ടാകണം. അസില് എന്തായിരിക്കണം? ഭദ്രമായിരിക്കണം. അസിലു ഹസാബിത്ത്. പിന്നെയോ രണ്ടാമത് എന്താ ഒരു മരത്തിൽ ഉണ്ടാകേണ്ടത്? ഫറു ഹാഫിസമാ. അതിന്റെ ഫറ് ആകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുകയാണ്. അസില് ഉറച്ചതാണ്, ആകാശത്തിലേക്ക് ഉയർന്ന ശിഖരങ്ങളുണ്ട്. അസ്ലു ഫറു ഹാഫിസമാ. ഈ ഉപമയുടെ ഉദ്ദേശം എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണ്? ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ശജറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വഹിയ അന്നഖ്ല, നഖ്ലാണെന്നാണ്. നഖ്ല എന്ന് പറഞ്ഞാൽ എന്താ? ഈത്തപ്പന. ഈത്തപ്പന എന്ന് പറയുന്ന മരത്തിനോടാണ് എന്തിനെ ഉപമിച്ചത്? ഏറ്റവും നല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയെ, ആ വിശുദ്ധമായ കലിമയെ ഉപമിച്ചിരിക്കുന്നത് ഈത്തപ്പനയോടാണ്. ഈത്തപ്പനയുടെ പ്രത്യേകത എന്താ? അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന, പണ്ടും ഇന്നും പ്രയോജനപ്പെട്ടിട്ടുള്ള ഒരു മരമാണ്. അതിൽ നിന്നൊന്നും കളയാനില്ല. എല്ലാ കാലത്തും അതിന്റെ ഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈത്തപ്പഴം ഇല്ലാത്തൊരു ഒരു കാലം ഉണ്ടാവില്ല. മരത്തിലുണ്ടായിരുന്നാലും ശരി, മരത്തിൽ പ്രത്യേകമായ കാലത്താണുണ്ടെങ്കിലും ഈത്തപ്പഴം എന്നത് സുലഭമായി ലോകത്തെവിടെയും ലഭ്യമായി കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അങ്ങനെയും ഉപകാരപ്പെട്ട ഒരു സാധനമാണ്. അതിൽ നിന്നും ഒന്നുമേ കളയാനില്ല. യുരീദു സജറത്തിൻ ത്വയ്യിബത്തി തമർ, നല്ല ഫലങ്ങൾ ഉണ്ടാകുന്ന ഏത് മരം ഇതിൽ പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മുടെ നാട്ടിലെ തെങ്ങ് എന്നൊരു ഒരു മരത്തെ നമ്മൾ എടുക്കുക. അത് എല്ലാ കാലത്തും ഫലം തരുന്ന ഒരു മരമാണ്. എല്ലാ കാലത്തും ഉപകാരമില്ലാത്ത ഒരു സാധനവും തെങ്ങിലില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ അറേബ്യയിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് എന്താണ്? ഈ പറയുന്ന സാധനത്തിൽ കളയാനൊന്നുമില്ലാത്ത ഉപകാരം മാത്രമുള്ള ഒരു സംഗതിയായി മാറും. എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയിൽ അടിയുറച്ച് അത് വിശ്വസിച്ച് മനസ്സിലാക്കുന്ന ഒരാളുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയായി മാറും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അസ്ലു ഹാദിഹിൽ കലിമത്തി റാസിഖും ഫിൽ ഖൽബ്. ഈ മരത്തിന്റെ അസ്ല് റാസിഖും ഫി ഖൽബിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ മനസ്സിൽ അത് ഉറച്ചു നിൽക്കുന്നതാണ്. അപ്പൊ ഈമാനെയാണ് നമ്മൾ സാദൃശ്യപ്പെടുത്തുന്നത്. മരത്തിനോട് സാദൃശ്യപ്പെടുത്തുന്നത് എന്തിനെയാണ്? ഈമാനെയാണ്, യഥാർത്ഥ വിശ്വാസത്തെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അത് എവിടെയാണ് ഉണ്ടാകേണ്ടത്? ഒരു മനുഷ്യന്റെ മനസ്സിലാണ്. ഖൽബിൽ റാസിഖാൻ. എങ്ങനെയാ ഉണ്ടാകേണ്ടത്? ബിൽ മഅരിഫത്തി വത്തസ്ദീഖ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് മഅരിഫത്ത് ഉണ്ടാകണം. എങ്ങനെ മഅരിഫത്ത്? അറിയേണ്ടത് പ്രകാരം. നമ്മളിപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ ആ ഉച്ചരിക്കുന്ന വാചകത്തിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത് എന്നതിനെ കുറിച്ച് പൂർണ്ണമായ മഅരിഫത്ത് ഒരാൾക്ക് ഉണ്ടാകുക, പൂർണ്ണമായ അറിവുണ്ടാകുക. ആ അറിവിനോട് കൂടി എന്തുണ്ടാകണം? വത്തസ്ദീഖ്. മനസ്സിന്റെ ഉള്ളിൽ അതിനെ സത്യപ്പെടുത്തണം. ആ സത്യത്തിനെതിരായി പിന്നെ ഒരു ചലനം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ വ്യക്തമായ മഅരിഫത്ത് ഉണ്ടാകണം. രണ്ടാമത് തസ്ദീഖ് ഉണ്ടാകണം. അങ്ങനെ മനുഷ്യന്റെ മനസ്സിൽ റാസിഖായിട്ടുള്ള ഒരു മരം പോലെയാകണം ആണ് എന്തിനെ കൽപ്പിച്ചിട്ടുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ കൽപ്പിച്ചിട്ടുള്ളത്. വൈദാ തകല്ലമി ബിഹാ. ഇനി ഒരാള് ഈ മഅരിഫത്ത്, ഈ അറിവോട് കൂടി, ഈ തസ്ദീഖോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചാലോ, വൈദാ തകല്ലമി ബിഹാ അറജത്, അത് ഉയരാൻ തുടങ്ങി. അത് ഉയർന്നു. ഫലാ തുഹ്ജബു ഹത്താ തൻതഹി ഇലല്ലാഹി അസ്സ വജല്ല. അത് അല്ലാഹുവിങ്കലേക്ക് ഉയർന്നു പോവുകയാണ്. അതിനൊരു തടസ്സം ഉണ്ടാവില്ല. അതാണ് പറയുന്നത് എന്ത്? അസ്ലുഹാ സാബിതുൻ വ ഫർഉഹാ ഫിസ്സമാ. അതിന്റെ ശിഖരങ്ങൾ ആകാശത്തിലേക്ക് ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കലിമത്ത് ഉച്ചരിക്കുന്ന ഒരാളുടെ വിശ്വാസം കൊണ്ടും കർമ്മം കൊണ്ടും വാക്കുകൊണ്ടും ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നേർക്ക് നേരെ അള്ളാഹുവിങ്കിലേക്ക് ഉയരുന്നു എന്നാണ്. അതിന് വേറൊരു ആയത്ത് തെളിവും പറഞ്ഞിട്ട് മുഫസ്സിരീങ്ങൾ. എന്താണ്? വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബ്. അവങ്കലേക്ക് ഉയരുന്നു. യസ്അദു അൽ കലിമുത് ത്വയ്യിബ്. നല്ല നല്ല വാചകങ്ങൾ, നല്ല കലിമത്തുകൾ അള്ളാഹുവിങ്കിലേക്ക് ഉയരുന്നു. പിന്നെയോ വൽ അമലു സാലിഹ്, നല്ല സൽക്കർമ്മങ്ങളും. നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അത് തടസ്സം കൂടാതെ നേർക്ക് നേരെ അള്ളാഹുവിങ്കിലേക്ക് ഉയർന്നു നിൽക്കുന്നതാകുന്നു. അതാണ് എന്തിന്റെ അർത്ഥം? എന്തിന്റെ അർത്ഥം? എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അപ്പോ നല്ല മരത്തിനുണ്ടായിരിക്കേണ്ട ഗുണവിശേഷങ്ങൾ: ഒന്ന്, നല്ല അടിയുറച്ചതായിരിക്കുക; രണ്ട്, ഫർ മേലോട്ട് ഉയർന്നതായിരിക്കുക; മൂന്നാമത്തെ എന്താ? അതുകൊണ്ടുണ്ടാകുന്ന ഗുണഫലങ്ങൾ, കായ്ഫലങ്ങൾ കാലാകാലവും തരിക. കായ്ഫലങ്ങൾ എന്തുണ്ടാകണം? കാലാകാലങ്ങളിൽ കായ്ഫലങ്ങൾ ഉണ്ടാകണം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച, അതിൽ ഈമാൻ കൊണ്ട ഒരാളിൽ നിന്ന് കാലാകാലങ്ങളും ഫലങ്ങൾ ഉണ്ടാകണം. അത് ഏതെങ്കിലും സീസണൽ അല്ല. എന്ന് വെച്ചാൽ
നമ്മളോട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരിൽ കൽപ്പിച്ചിട്ടുള്ള, ചെയ്യണമെന്ന് ആജ്ഞാപിച്ചിട്ടുള്ള, നിർദ്ദേശിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ എല്ലാ കാലത്തും ഉണ്ടാകണം. 5 നേരം ജമാഅത്തായി നിസ്കരിക്കണം, അത് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അത് എപ്പോഴും ചെയ്താൽ മതിയോ? പോരാ, എല്ലാ ദിവസവും ആ നിശ്ചയിക്കപ്പെട്ട സമയത്തിനകം അത് ചെയ്യണം. അപ്പൊ അതൊരു ഫലമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച ഒരാളിൽ ഉണ്ടായിരിക്കേണ്ട ഫലമാണ്. ആ ഫലം എപ്പോഴെങ്കിലും ഉണ്ടായാൽ മതിയോ? കുറെ കാലം നിസ്കരിച്ചു, പിന്നെ കുറെ കാലം കൊണ്ട് അകന്നു നിന്നു, കുറെ കാലം പള്ളിയുമായിട്ട് അടുത്തു, പിന്നെ കുറെ കാലം കൊണ്ട് അകന്നുപോയി, അങ്ങനെ ഉണ്ടാകാൻ പറ്റുമോ? അതെന്താണ്? ഒരു സീസണിൽ അയാൾക്ക് തോന്നുന്നതനുസരിച്ച് ഉണ്ടാണ്. അങ്ങനെയല്ല ഈമാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസത്തിൽ നിന്ന് പ്രചോദിതമായി ഉണ്ടാകുന്ന എല്ലാ അമലുകളും കാലാകാലം നിലനിൽക്കുന്നതാണ്. അതിന്റെ രക്ഷിതാവിന്റെ അനുമതി പ്രകാരം അതിന്റെ ഫലങ്ങൾ കാലാകാലം നിലനിൽക്കുന്നതാണ്. അല്ലാഹു തആല നമുക്ക് ഉദാഹരണം പറഞ്ഞു തന്നിരിക്കുകയാണ്. എന്ത്? ലിന്നാസ്, മനുഷ്യന്മാർക്ക്, ലഅല്ലഹും യതദക്കറൂൻ, അവർ ശരിക്കും ഉറ്റാലോചിച്ച് ചിന്തിച്ച് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ ഇങ്ങനെ ഒരു ഉപമ പറഞ്ഞതോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം ഇങ്ങനെയാണ് എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും അധികം മനുഷ്യന്മാർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന, ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ ഈ ഉദാഹരണം അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഇനി ഇതിനെപ്പറ്റി മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ശജറത്തുൽ ഈമാനി അസ്ലുഹാ സാബിത്തുൻ ഫീ ഖൽബിൽ മുഅ്മിൻ. ശജറത്തുൽ ഈമാൻ, ഈമാനാകുന്ന മരം എന്ന് പറയുന്നത് അസ്ലുഹ, അതിന്റെ അസ്ൽ എവിടെയാണുള്ളത്? സാബിത്തുൻ ഫീ ഖൽബിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കൽബിലാണെന്ന് മുളച്ചത്. ഇൽമൻ, ഇൽമു കൊണ്ടാണ്, ഇഅ്തിഖാദ് കൊണ്ടാണ്. അപ്പൊ അതിന്റെ വളം എന്താണ്? മനസ്സിൽ മുളക്കുന്ന ആ മരത്തിന്റെ വളമാണെന്ത്? ഇൽമ്, അറിവോടുകൂടി ആയിരിക്കുക. രണ്ടാമത്തതോ ഇഅ്തിഖാദൻ, ശരിയായ വളവില്ലാത്ത, വക്രതയില്ലാത്ത വിശ്വാസത്തിലാണ് അത് ഉണ്ടാകുന്നത്. ഞാൻ അതിന്റെ ഫർഉ മിനൽ അഅ്മാലി സാലിഹ. ഒരാൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ ആ ഈമാനുള്ള വ്യക്തിയിൽ എന്തുണ്ടാകണം? അമലു സാലിഹാത്ത് ഉണ്ടാകണം. ഈമാൻ മനസ്സിലുണ്ട്, പക്ഷെ അയാൾ ഒന്നും ചെയ്യുന്നില്ല. അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുന്നു, അള്ളാഹുവിന്റെ വഹദാനിയത്ത് അംഗീകരിക്കുന്നു. പക്ഷെ വഹദാനിയത്ത് അംഗീകരിച്ചാൽ മാത്രം മതിയോ? ആ വഹദാനിയത്ത് അംഗീകരിച്ചവനായ അള്ളാഹുവിനോട് വിധേയപ്പെടുക എന്ന് പറയുന്ന സംഗതി വേണ്ടേ? അപ്പൊ അതില്ലെങ്കിലോ ഓൻ ഈമാൻ നാഖിസാണ്, കുറഞ്ഞു പോയി എന്നാണ് അർത്ഥം. അപ്പോ ഫർഉഹാ മിൻ അഅ്മാലി സാലിഹ്, അഅ്മാലു സാലിഹാത്തുകളാണ് അതിന്റെ ഫർഅ ആയി ഉണ്ടാകേണ്ടത്. വൽ അഖ്ലാഖുൽ മർദിയ്യ, തൃപ്തികരമായ നല്ല സ്വഭാവ ഗുണത്തിന്റെ ഉടമയാകണം. അപ്പൊ ഈ ഒരു ശരിയായ വിശ്വാസി, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ല തൃപ്തികരമായ മർലിയായ സ്വഭാവത്തിന്റെ ഉടമയാകണം. അതേപോലെ തന്നെ നല്ല അമലു സാലിഹാത്ത് അയാൾ ഉണ്ടാകണം. അതാകട്ടെ യർഫഉ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഉയരുന്നതാണ്. വയനാലു സവാബഹു, അതിന്റെ പ്രതിഫലം അയാൾക്ക് കിട്ടുന്നതുമാണ്. ഫീ കുല്ലി വഖ്ത്, എല്ലാ കാലഘട്ടത്തിലും അതിന്റെ ഫലം അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് ഈ ഉപമയിൽ പറഞ്ഞതിന്റെ ഒരു രത്നച്ചൊരുച്ചം. മാ യൻതഫി, അതായത് അത് ഉണ്ടാകുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മാ യൻതഫി ബിഹി, അയാൾക്ക് സ്വയം തന്നെ ഉപകാരമുള്ളതാകുക. വയൻതഫി ഗൈറഹു, വേറൊരു ആൾക്ക് ഉപകാരം. ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകുന്ന കാര്യം, അമലുകൾ അയാൾക്ക് സ്വയം ഉപകാരമുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതോ ആയിരിക്കും. ഒരാൾ 5 നേരം നിസ്കരിക്കുന്നു, അതിന് പ്രയോജനം ആയിരിക്കാം? നിസ്കരിച്ചവന്. വേറെ ആർക്കെങ്കിലും അതിന് ഗുണമുണ്ടോ? ഇല്ല. എന്നാൽ സക്കാത്ത് കൊടുക്കുന്ന ഒരാൾ, അയാൾക്ക് അതിന്റെ ഗുണമുണ്ട്. അതോടുകൂടി മനുഷ്യ സമൂഹത്തിന് മൊത്തം ആ സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്ന കാര്യത്തിന്റെ ഗുണമുണ്ടാകുന്നു. പാവങ്ങളെ സഹായിക്കുന്നു, മറ്റുള്ളവരെ ബുദ്ധിമുട്ടുകൾ അകറ്റുന്നു. ഇതൊക്കെ എന്താണ്? ഈമാനിനാൽ, വിശ്വാസത്താൽ പ്രചോദിതമായിക്കൊണ്ട് ചെയ്യുന്നതാണ്. അതാ പറയുന്നത്, ഒന്നുകിൽ സ്വയം നിലക്ക് ഉപകാരമുള്ളത്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരം കിട്ടാവുന്നത്. ഈ നിലയിലുള്ള അമലു സാലിഹാത്തുകളും പുണ്യകർമ്മങ്ങളും ഈ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച ഒരാളിൽ നിലനിൽക്കുമ്പോഴാണ് എന്താകുന്നത്? ആ പറയുന്ന വാചകം അർത്ഥപൂർണമായ വാചകമായി മാറുന്നത്. ശരിയായ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഈ ഉപമ നമുക്ക് പറഞ്ഞു തന്നെ. ഇനി രണ്ടാമത്തെ വിഭാഗത, ദുഷിച്ച വിശ്വാസം, മോശപ്പെട്ട വിശ്വാസം എന്താണ്? വമസലു കലിമത്തിൻ ഖബീസ, മോശപ്പെട്ട ഹബീസായ വൃത്തികെട്ട ഒരു കലിമത്തിന്റെ ഉദാഹരണം എന്താണ്? കശജറത്തിൻ ഹബീസ, മോശപ്പെട്ട മരത്തിന്റെ ഉദാഹരണം പോലെയാണ്. മരം എന്ന് പറയുന്ന, ചെടി എന്ന് പറയുന്നത് 2 ജാതിയാ. വലിയ ഉപകാരമുള്ള ചെടികളുണ്ട്, ഒരു ഉപകാരത്തിനും കൊള്ളാത്ത ചെടികളുണ്ട്. അപ്പം മോശപ്പെട്ട കലിമത്ത് എന്ന് നമ്മുടെ എന്താ ഉദ്ദേശം? നേരത്തെ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ താല്പര്യത്തിനെതിരായി ആര് എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാക്കിയാലും
ആ ആശയങ്ങളൊക്കെ എന്താണ്? മോശപ്പെട്ടതാണ്. ഇപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹയെ ചോദ്യം ചെയ്യുന്നവരായ ആളുകളില്ലേ, അള്ളാഹുവിന്റെ വഹദാനിയത്തിനെ ചോദ്യം ചെയ്യുന്നവരില്ലേ, അള്ളാഹുവിന്റെ ആസ്തിക്യത്തെ ചോദ്യം ചെയ്യുന്നവരില്ലേ, നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളില്ലേ, ഭൗതികവാദികളില്ലേ, ഇങ്ങനെ പല ആളുകളും പല തരത്തിലുള്ള ആശയങ്ങളും ആദർശങ്ങളും കൊണ്ടു നടക്കുന്നുണ്ട്. അതൊക്കെ എന്താണ്? ഖബീസാണ്. അതുകൊണ്ടൊരു ഫലം കിട്ടാൻ പോകുന്നില്ല. മസലു കലിമത്തിൻ ഖബീസ, മോശപ്പെട്ട ഒരു കലിമത്തിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ കശജറത്തിൻ ഖബീസ, മോശപ്പെട്ട വൃക്ഷം പോലെയാണ്. നല്ല വൃക്ഷത്തിന് എന്താ നമ്മൾ ഉദാഹരണം പറഞ്ഞത്? അത് അസിലുറച്ചതായിരിക്കണം, നല്ല ശിഖരങ്ങൾ മേലോട്ട് ഉയർന്നതായിരിക്കണം, അതുപോലെ തന്നെ കാലാകാലങ്ങളും കായ്ഫലങ്ങൾ തരുന്നതായിരിക്കണം. ഇതൊക്കെയാണ് നല്ലതാകാനുള്ള ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഖബീസായതോ നമ്മുടെ നാട്ടിൽ വളരുന്ന പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഒരു മരമാണ് കാഞ്ഞരം. കാഞ്ഞരം എന്ന് പറഞ്ഞാൽ എന്താ? കയ്പ് എന്ന് പറയുന്നതിന് അടയാളപ്പെടുന്നത് കാഞ്ഞരം കൊണ്ടാണ്. കാഞ്ഞരത്തിന്റെ കായ് എന്ന് പറഞ്ഞാൽ നല്ല സുന്ദരമായ സാധനമാണ്, കാഴ്ചക്ക് നല്ല ഓറഞ്ചിന്റെ നിറമുള്ള ഒരു സാധനമാണ്. പക്ഷേ വായിൽ വെച്ച് കഴിഞ്ഞാൽ അവന് കാലാകാലത്തേക്കും കയ്പ് മാറൂല. അപ്പൊ അത്രയ്ക്ക് മോശപ്പെട്ട ഒരു സാധനമാണ്, ഒരു കായ്ഫനിയാണ് കാഞ്ഞരത്തിൽ നിന്നുണ്ടാകുന്നത്. ഇതിനെ വിശദീകരിച്ചപ്പോ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി ഏതുപോലെ? കൽ ഹൻളല, ആട്ടങ്ങ പോലെയാണ്. ആട്ടങ്ങ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് സുലഭമായി കണ്ടിരുന്ന സാധനം. ആട്ടങ്ങ, കാട്ടുവെള്ളരി എന്നാണ് അതിന് പറയാ. അത് കാണാൻ നല്ല ചൊറുക്കുള്ള നല്ല സൗന്ദര്യമുള്ളൊരു സാധനം, നല്ല കളറും അതുപോലെ തന്നെ വരയും കുറിയും ഒക്കെയുള്ള നല്ല കാഴ്ചക്ക് സുന്ദരമായ ഒരു കായാണ്. പക്ഷേ ലോകത്തൊരു മനുഷ്യനും യാതൊരു തരത്തിൽ ഒരു ജന്തുവിനും ഉപയോഗിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് മോശപ്പെട്ട ഒരു കായയാകുന്നു അത്. ഇതുപോലെയാകുന്നു എന്ത്? മോശപ്പെട്ട വിശ്വാസം. ആർക്കും ഒരു ഉപകാരം ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലെ യുക്തിവാദി പ്രസ്ഥാനക്കാരങ്ങൾ എടുത്തു നോക്കുക, നിരീശ്വരവാദികൾ എടുത്തു നോക്കുക. ലോകത്ത് ഏതെങ്കിലും ഒരു നന്മയോട് സഹകരിക്കുന്ന, ഒരു നന്മക്ക് പ്രചോദനം നൽകുന്ന എന്തെങ്കിലും ഒരു സംഗതി ഒരു യുക്തിവാദ ആശയക്കാരന്റെ കയ്യിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്ര സംഘടിതമായ ശക്തിയാണെങ്കിലും ശരി, ഇന്ന നമ്മൾക്ക് ഇന്ന എല്ലാവരും കൂടി ഒരു വീടുണ്ടാക്കി വെക്കാം. ഏതെങ്കിലും ഒരു യുക്തിവാദ സംഘടന അതുപോലെ നിരീശ്വരവാദ സംഘടന പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാണൂല. കാരണം എന്താ? അതൊന്നും ഓല വിഷയമല്ല. അവരെ സംബന്ധിച്ചിടത്ത വിഷയം എന്താ? നന്മ ചെയ്യുന്നവരായ ആളുകൾക്ക് ഉടക്കുണ്ടാക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യൽ മാത്രമാണ്. ഏതേത് നന്മകൾ ലോകത്ത് നടക്കുന്നോ ആ നന്മയെ സംബന്ധിച്ച് മോശമായ ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ ഉതകുന്ന പ്രചാര പരിപാടികൾ മാത്രമേ ഇത്തരം ആളുകൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു ഫലവും ഇല്ല, ഗുണഫലല്ല, സ്വന്തത്തിന് ഗുണമല്ല, വേറെ സമൂഹത്തിന് ഗുണമില്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും അവരുണ്ട്. അതാ പറയുക ശജറത്തിൻ ഖബീസ, മോശപ്പെട്ട വൃക്ഷം പോലെയാണ്. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരായ പ്രവർത്തനം നടത്തുന്നവരായ ആൾക്കാരോ അതുപോലെ തന്നെ. ഗുണമുണ്ടോ മനുഷ്യന്മാർക്ക്? മനുഷ്യന്മാരെ എത്രത്തോളം ചൂഷണം ചെയ്യാൻ പറ്റുമോ അതാണ് അള്ളാഹു അല്ലാത്തവരായ ആരാധിക്കപ്പെടുന്നവരായ വിഗ്രഹങ്ങളുടെ സാന്നിധ്യമുള്ള സ്ഥലം നോക്കിക്കോ. അതല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാരുടെ കബറിടം എന്ന പേരിൽ അവിടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടക്കുന്നുണ്ടോ അവിടെ നിങ്ങൾ പരിശോധിച്ചോ? നാട്ടിലെ ജനങ്ങൾക്ക് എന്താ ഉപകാരം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. നാട്ടിലെ ജനങ്ങളെ പരമാവധി ചൂഷണം ചെയ്യുക, ഇതാണ് അവിടെ നടക്കുന്നത്. അതായത് ഉപകാരമില്ലാത്ത മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന വ്യവസ്ഥിതി വരികയാണ്. എന്തുകൊണ്ടുണ്ടാകുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ വിരുദ്ധമായ തലത്തിൽ ശിർക്കും ഖുറാഫാത്തും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരായ ആളുകളിൽ നിന്നുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് കശജറത്തിൻ ഖബീസത്തിൻ. പിന്നെ പറയുന്നത് എന്താ? ഉജുതുസ്സത്ത് മിൻ ഫൗഖിൽ അർള്. അത് ഭൂമിയുടെ മേലെയാണ് നിൽക്കുന്നത്. വലിയ മരം എങ്ങനെയാ നിൽക്കണേ? അതിന്റെ താഴ്വേര് ഭൂമിയിലേക്ക് ആണ്ടു നിൽക്കുന്നു, താഴ്വേര് താന്ന് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന് ഇളക്കം സംഭവിക്കൂല. എന്നാൽ ഈ പറഞ്ഞ മോശപ്പെട്ട ഒരു ചെടിയാണ് എങ്കിൽ അത് ഭൂമിന്റെ മേലെയാണ്. ഉജുതുസ്സത്ത് മിൻ ഫൗഖിൽ അർള്, ഭൂമി നിരപ്പിൽ മേലെ ഉണ്ടാകുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു ആട്ടങ്ങയുടെ വള്ളി അത് നമുക്ക് എളുപ്പം ഒന്ന് കൈകൊണ്ട് പിടിച്ചാൽ പുറത്തേക്ക് ചാടിപ്പോരും. അതിന് നിലനിൽക്കാൻ കഴിയില്ല. അതേപോലെയാണ് സ്വന്തം ഉറച്ചു നിൽക്കാൻ കഴിയാത്ത ദുർബലമായ വിശ്വാസം തന്നെയാണ്. ഉറച്ചിക്കാൻ കഴിയില്ല. ദുർബലമായ വിശ്വാസികളായ ആളുകളെ നിങ്ങൾ പരിശോധിച്ചോ? എവിടെങ്കിലും ഉറച്ചു നിൽക്കോ? ഇല്ല. ജാറങ്ങളിലേക്ക് യാത്ര പോകുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ന് പോകുന്ന ജാറല്ല നാളെ പോവുക. ഇന്ന് പൈതമക്കൾ ജാറത്തിലേക്കാണ് പോകുന്നതെങ്കിൽ നാളെ വേറെ ജാറത്തിലേക്കായി. എന്താ ഈ പൈതമക്കള് ജാറ ഉള്ള സ്ഥലത്ത് അവിടെയുള്ള പുണ്യപൂരിച്ച് എന്താ അടുത്ത സ്ഥലത്ത് കിട്ടാത്തത്? ഇവിടെ അല്ലാത്ത എന്താ അവിടെ കിട്ടുന്നത്? യുക്തിശൂന്യമാണ്. അല്ലെങ്കിൽ ഇന്ന തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോയാൽ ഇന്ന ഗുണമുണ്ടെന്ന് വിശ്വസിക്കാം. നാളെ അവിടെ പോകുന്നില്ല, അടുത്ത ദിവസം വേറെ സ്ഥലത്ത്, പിന്നെ വേറെ സ്ഥലത്ത്, വേറെ സ്ഥലത്തേക്ക്. ഇങ്ങനെ പോകുന്നത് എന്തുകൊണ്ടാ? അസിലില്ലാത്തതുകൊണ്ട്, അടിത്തറ ഇല്ലാത്തതുകൊണ്ട്. എന്നാൽ ഒരു തൗഹീദുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏത് തരത്തിലുള്ള പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ബുദ്ധിമുട്ട് വന്നാലും ചലിക്കൂല.
ഓനാ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഉറച്ചു നിന്നിട്ടുണ്ടാകും. അതിൽ നിന്ന് കടുമണിയോളം അവന് വ്യതിയാനം സംഭവിക്കുകയില്ല. അതാണ് ശരിയായ വിശ്വാസം എന്ന് പറഞ്ഞാൽ. ആ വിശ്വാസത്തിന് എതിരായ കാര്യങ്ങളിൽ ആര് വിശ്വസിക്കുന്നുവോ ആ വിശ്വാസങ്ങളൊന്നും സ്ഥായിയായി നിൽക്കുന്നതല്ല. അതാണ് വ്യത്യാസം. അപ്പൊ ഇത്രയും ഗൗരവത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഹബീസത്തിൻ ഉജുതുസത്തി മിൻ ഫൗഖിൽ അർളി മാ ലഹാ മിൻ ഖറാർ. അതിന് ഉറപ്പില്ല, ഉറച്ചു നിൽക്കാൻ കഴിയില്ല. ദുഷിച്ച ചെടി അത് കായ്ഫലം നല്ലത് തരൂല, നാട്ടിൽ ഫസാദ് മാത്രം ഉണ്ടാക്കും, ചൂഷണ വ്യവസ്ഥിതിയായിരിക്കും. എല്ലാത്തിനും ഉപരി ഇന്നുള്ളത് നാളെ ഉണ്ടാവൂല. ഇന്ന് കുറെ നാളുകൾ ആള് സന്ദർശിച്ച സ്ഥലം ഉണ്ടാവും. നമ്മളൊക്കെ നാട്ടിലുണ്ട്. പിന്നെ കിണറ്റിൽ ഔലിയ എന്ന് പറയുന്ന ഒരു സ്ഥലം കോഴിക്കോട്ട്. പണ്ട് കാലത്ത് ഭയങ്കര തീർത്ഥാടന കേന്ദ്രമാണ്. ഇന്ന് അവിടെ പുല്ല് മുളച്ച് കിടക്കാണ്, കുട്ടി അങ്ങോട്ട് പോകുന്നില്ല. എന്താ പോകാത്തത്? എന്താ ഈ കറാമത്തൊക്കെ അങ്ങോട്ട് ഒഴുകിപ്പോയത്? അതാ ഞാൻ പറയുന്നത്. ഇന്നുണ്ട്, നാളെ അത് ഉണ്ടാവില്ല, ഉറപ്പുണ്ടാവില്ല. അതാണ് ഉറച്ചു നിൽക്കുന്നില്ല. അത് മനുഷ്യന്റെ മനസ്സിൽ മായാജാലങ്ങൾ സൃഷ്ടിക്കുകയാണ്, മിഥ്യാസങ്കല്പങ്ങൾ ഉണ്ടാക്കുകയാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമത്തിനെ ശരിയായ മനസ്സിൽ ഉൾക്കൊള്ളുകയും അത് മനസ്സിൽ തസ്ദീഖാക്കുകയും ചെയ്തവന്റെ വ്യത്യാസം. അവൻ മൂടുറച്ച ഭദ്രമായ ചാഞ്ചല്യമില്ലാത്ത ഉത്തമ വിശ്വാസത്തിൽ നിലകൊള്ളുകയും മരണം വരെ അത് പിന്തുടരുകയും ചെയ്യാൻ അവന് കഴിയും. എന്നാൽ അതിന് വിരുദ്ധമായ ഒരു വിശ്വാസം ഒരാൾ സൂക്ഷിച്ചു വെച്ചാലോ അത് കാലാകാലം നിലനിൽക്കുന്നതല്ല. അത് സാഹചര്യത്തിനനുസരിച്ച് ഇളകുന്നതാണ്, മാറുന്നതാണ്, മാറ്റപ്പെടുന്നതാണ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഈ ഉദാഹരണത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇനി അതിന്റെ അടുത്ത ഭാഗം എന്താ? ഓതി വെച്ച ആയത്തിൽ എന്താ ഉള്ളത്? യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്. അല്ലാഹു തആല വിശ്വാസികളായ ആളുകളെ ഉറപ്പിച്ചു നിർത്തും. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്. ഉറച്ച വാക്കുകൊണ്ട് വിശ്വാസികളെ അല്ലാഹു തആല ഉറപ്പിച്ചു നിർത്തുന്ന. എന്താണ് ഉറച്ച വാക്ക് എന്ന് പറഞ്ഞാൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറപ്പുണ്ടെങ്കിൽ നിർത്തും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറപ്പില്ലാത്തവരുണ്ട്, ലാ ഇലാഹ ഉറപ്പുള്ളവരുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഉറച്ച വിശ്വാസമുള്ളവർക്ക് അല്ലാഹു തആല സബാത്ത് നൽകും, വ്യതിയാനം ഉണ്ടാവില്ല. അവൻ അതിൽ ഉറച്ചു നിൽക്കാനുള്ള കെൽപ്പ് അല്ലാഹു തആല നൽകുന്ന. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലിൽ ഹഖിർ റാസിഖ്. അവന്റെ മനസ്സിൽ അടിയുറച്ച ഹഖായ കലിമത്ത് കൊണ്ട് അല്ലാഹു തആല അവനെ ഉറപ്പിച്ചു നിർത്തും. അതെന്താണ് ആ വാക്ക്? ഹുവ ശഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഉറച്ച വാക്ക് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയാണ്. അതുപോലെ തന്നെ വഅന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് സാക്ഷ്യം വഹിക്കുക. വമാ ജാഅ ബിഹി മിനദ്ദീനി അൽ ഹഖ്. അതുപോലെ തന്നെ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിട്ടുള്ള ഹഖായ ദീനിലും അവൻ ഉറപ്പിച്ചു നിൽക്കും. ദീനനുസരിച്ച് ഉറച്ചു നിൽക്കൽ വലിയ പണിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന് തന്നിട്ടുള്ള ശരീഅത്ത് അനുസരിച്ചുള്ള ദീനിൽ ഒരാൾക്ക് ഉറച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? അള്ളാഹു അവനൊരു സബാത്ത് കൊടുക്കണം. അല്ലെങ്കിൽ അവൻ ബിദ്അത്തിലാ ചാടുക, സുന്നത്തിൽ നിൽക്കൂല, തൗഹീദിൽ നിൽക്കൂല, ശിർക്കിലേക്കാണ് ചാടുക. അപ്പൊ അള്ളാഹുവിന്റെ ഒരു വേണ്ടുക ഉണ്ടാകണം അവിടെ. ആ വേണ്ടുക ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നമ്മളെ വിശ്വാസം ശരിയാകണം. യുസബ്ബിതുഹുമുല്ലാഹു ബിഹി ഫിൽ ഹയാത്തി ദുനിയ. ഈ ഐഹിക ജീവിതത്തിൽ ഏതേത് പ്രയാസങ്ങൾ ഉണ്ടായാലും അവനവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൈവിടാതെ സൂക്ഷിക്കാൻ, അവനെ പരിരക്ഷിക്കാൻ അല്ലാഹു തആല അവന് സബാത്ത് നൽകും. ഇനിയോ വഇൻദ മമാതിഹിം ബിൽ ഖാതിമത്തിൽ ഹസന. മരിക്കുന്ന സമയത്ത് അവന് ഹുസ്നുൽ ഖാതിമ ഉണ്ടാകും. എങ്ങനെ ഹുസ്നുൽ ഖാതിമ എന്നറിയാൽ? നമ്മുടെ അന്ത്യ നിമിഷം എന്താണോ അതാണ് നമ്മുടെ ഈമാനിനെ അടയാളപ്പെടുത്തുന്നത്. ഒരാൾ മരിക്കുന്ന സമയത്ത് അതിനാണ് ഖാതിമത്ത് നന്നാകുക, ഹുസ്നുൽ ഖാതിമ എന്ന് പറയാ. ആ അവസ്ഥയിൽ എന്താണോ നമ്മളെ കാര്യം അതാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തെ അടയാളപ്പെടുന്നത്. ആ സമയത്ത് ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ പറ്റിയാലോ അതാണ് ഏറ്റവും നല്ല മരണം. അതല്ലെങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യാതെയാണ് ഒരാൾക്ക് ഖാതിമത്ത് ഉണ്ടാകുന്നതെങ്കിലോ അതാണ് ഏറ്റവും വലിയ അയാളുടെ നേട്ടം എന്ന് പറയുന്നത്. ആ നേട്ടം അല്ലാഹു തആല ആൾക്ക് കൊടുക്കുന്നു. ഈ പറഞ്ഞ സ്വഭാവമുള്ളവർക്ക് ഇനി വഫിൽ ഖബരി, ഖബറിലെത്തി കഴിഞ്ഞാലോ ഇന്ദ സുആലിൽ മലക്കൈൻ, രണ്ട് മലക്കുകൾ വരും. മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ രണ്ട് മലക്കുകൾ വരും. എന്നിട്ടോ അവരോട് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യുന്ന സമയത്ത് അല്ലാഹു തആല ബിഹിദായതിഹിം ഇലൽ ജവാബ്, അവർക്ക് ആ മലക്കുകളുടെ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ഹിദായത്ത് കൊടുക്കും. ആർക്ക്? ശരിയായ അർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വാസം ഉറപ്പിച്ച് ജീവിച്ചവരായ ആളുകൾക്ക്.
പിന്നെയോ പിന്നുള്ള എവിടെയാണ്? ഖബറിൽ ആ സബാത്ത് കിട്ടും. പിന്നെയോ ഹിസാബ്, നാളെ പാരത്രിക ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഹിസാബ് വരാനുണ്ട്, അഥവാ അള്ളാഹു ചോദ്യം ചെയ്യുന്ന സമയം വരാനുണ്ട്. മനുഷ്യന്റെ സകല കർമ്മങ്ങളും, അവന്റെ ഏത് കർമ്മങ്ങളാണെങ്കിലും അതിന്റെ പേരിൽ ഹിസാബിനെ നേരിടേണ്ടി വരും. ആ ഹിസാബിലും അള്ളാഹു അതാ പറയുന്നത് എന്ത്? യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ. ദുനിയാവിലും ഉറപ്പ് കൊടുക്കും, വഫിൽ ആഖിറ, പരലോകത്തും ഉറപ്പ് കൊടുക്കും എന്ന് പറഞ്ഞാൽ മരണാനന്തരവും അവൻ ആ ഉറപ്പ് കിട്ടും എന്നാണ്. അപ്പൊ ഈ ഉറപ്പ് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഉറപ്പ് കിട്ടണമെങ്കിൽ നമ്മുടെ തസ്ദീഖ് നന്നാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ആശയത്തെ ശരിയായി മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. അതുപോലെ തന്നെ ആ തസ്ദീഖ് നമ്മുടെ മനസ്സിലുണ്ടാകണം. അങ്ങനെയുള്ളവർക്കാണ് ഈ സബാത്ത് എന്ന് പറയുന്ന സംഗതി ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം തന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കൂട്ടരിൽ പെടാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയ്ക്ക് ജീവിക്കുകയും മരിക്കുകയും ചെയ്യാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാം തന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. أقول قولي هذا استغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على النبي الكريم وعلى آله وصحبه أجمعين. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് മനസ്സിലാക്കിയവരായ ആളുകൾക്ക് ദുനിയാവിലും അല്ലാഹു തആല സബാത്ത് കൊടുക്കും, ഖബറിലും സബാത്ത് കൊടുക്കും, നാളെ ആഖിറത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്തും ആ സബാത്ത്, ആ ഉറച്ചു നിൽക്കാനുള്ള കെൽപ്പ് അല്ലാഹു തആല കൊടുക്കും. അങ്ങനെ കിട്ടണമെങ്കിൽ അത് അറിയേണ്ടതുപോലെ അറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കണം. പിന്നെയോ വയുളില്ലുല്ലാഹു ളാലിമീന, ളാലിമീങ്ങളായ ആളുകളെ അല്ലാഹു തആല വഴികേടിലാക്കും. വയഫ്അലുല്ലാഹു മാ യശാ, അല്ലാഹു അവൻ ഇഷ്ടപ്പെട്ടതുപോലെ പ്രവർത്തിക്കുന്നവനാണ്. അപ്പൊ ളാലിമീങ്ങളെ വഴികേടിലാക്കുന്ന എന്താ? ഈ തൗഫീഖ് കിട്ടൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ചാഞ്ചല്യം കാണിക്കുന്നവരായിരിക്കും എന്തുണ്ടാവില്ല, ഈ തൗഫീഖ് കിട്ടൂല. ഏ തൗഫീഖ്? അതിലും അടിയുറച്ച് നിൽക്കുകയും അതിൽ വ്യതിയാനം വരാതെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യാൻ കഴിയില്ല. ഓന് ഖബറിനെ തേടി നടക്കുന്നവനാണ് എങ്കിൽ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല, സബാത്ത് കിട്ടൂല. വിഗ്രഹങ്ങളെ തേടി പോകുന്നവൻ ഈ സബാത്ത് കിട്ടാൻ പോകുന്നില്ല. വിശ്വാസ വൈകല്യങ്ങൾ വരുന്നവനായി സബാത്ത് കിട്ടാൻ പോകുന്നില്ല. ദുനിയാവിലും സബാത്തില്ല, ആഖിറത്തിലും സബാത്തില്ല. അതാണ് ഏറ്റവും വലിയ ഹതഭാഗ്യന്മാര് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങളിൽ ഒന്നാമത്തെ വിഷയത ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ ആശയം എന്താ? അതുകൊണ്ട് ഉണ്ടാകേണ്ടത് എന്താ? ഉണ്ടാകാൻ പാടില്ലാത്തത് എന്താ? അതാണ് പഠിക്കേണ്ടത്. പഠിക്കാത്തത് എന്താണ്? അതാണ്. ദുനിയാവിലെല്ലാം വിവരവും നമുക്കുണ്ട്, എല്ലാ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും എല്ലാം നമ്മൾ പഠിച്ചു വശാക്കുന്നുണ്ട്. അതിന് എല്ലാ കഠിനാധ്വാനവും നമ്മൾ തയ്യാറാണ്. കാരണം ദുനിയാവ് രക്ഷപ്പെടണമെങ്കിൽ അത് വേണം. എന്നാൽ ആഖിറം എന്ന് പറഞ്ഞ കാലാകാലം രക്ഷപ്പെടണം വേണ്ട കാര്യമാണെന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുക എന്നുള്ളത്. അത് മനസ്സിലാക്കാനുള്ള പണിയാണ് വിശുദ്ധ ഖുർആനിൽ അങ്ങോളം ഇങ്ങോളം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഏതായിരുന്നാലും ജുമുഅക്ക് വരുന്ന സമയം, ഒരു മണിക്കൂർ അരമണിക്കൂർ സമയം ഇത് പഠിക്കാനുള്ള സമയമായിട്ടെങ്കിലും നമ്മൾ വിനിയോഗിച്ചിട്ടില്ല എങ്കിൽ അള്ളാന്റെ കോടതിയിൽ നമ്മൾ മാരകമായ കുറ്റക്കാരായി തീരുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് അത് നമ്മൾ പഠിക്കണം, പഠിപ്പിക്കണം, ജനങ്ങൾക്ക് അത് എത്തിച്ചു കൊടുക്കണം. അതുണ്ടായെങ്കിൽ മാത്രമേ